രാത്രി ലൈവില് അർജുനും ശ്രീതു ഇരുന്ന് സംസാരിക്കുന്നത് ഗെയിംസിനെ കുറിച്ചാണ്. ഇന്ന് നടന്ന പതപ്പിക്കൽ ടാസ്കിനെ കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ശ്രീതു ഭയങ്കര വിഷമത്തിലാണ്. ശ്രീതുവിന്റെ ഗ്രൂപ്പിലായിരുന്നു ഋഷി ഉണ്ടായിരുന്നത്. ഋഷിനെ ആ ഗെയിം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് അവിടെ ടീം മാറ്റിയത്. അപ്പോൾ അവിടെ ശ്രീതുവിന്റെ ടീമിലുണ്ടായിരുന്നത് അൻസിബയും നോറയാണ്. ഭയങ്കര വീക്കായിട്ടുള്ള ടീമാണ് അവരുടെ എന്നാണ് അവിടെ പറയുന്നത്. അവരാണ് ഏറ്റവും ലാസ്റ്റ് വന്നതും. പക്ഷെ അക്കൂട്ടത്തിൽ ഇത്തിരിയെങ്കിലും ഗ്രേസോട് കൂടി നന്നായി പെർഫോമൻസ് ചെയ്യുന്നത് ശ്രീതു മാത്രമാണ്. നോറ അങ്ങനെ ഒരു ഗെയിംസിൽ അങ്ങനെ ജയിച്ച് കണ്ടിട്ടില്ല. അൻസിബ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഗെയിംസും കളിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ശ്രീതു ഭയങ്കര വിഷമത്തിലാണ്. ഇത് ഋഷീനെ മാറ്റിയതോടുകൂടി അപ്പം തന്നെ മനസ്സ് ചത്തു. പിന്നെ അവിടെ ഗെയിം കളിക്കാനുള്ള മൂഡ് മൊത്തം പോയി എന്ന് ശ്രീതു പറയുന്നുണ്ട്. അവിടെ ഗെയിം കളിക്കാനായിട്ട് ആ പതപ്പിക്കൽ ടാസ്കിൽ പോകാനായിട്ട് ഋഷിയും ശ്രീതുവാണ് റെഡിയായിട്ട് നിന്നിരുന്നത്. ആ സമയത്താണ് കയറി ബിഗ് ബോസിന്റെ ചോദ്യവും അവിടെ നന്ദനെ കയറി ഋഷിയെ ഗ്രൂപ്പ് മാറ്റുന്നതും. അതോടുകൂടി അവിടെ മൊത്തം ഇതും പോയി. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിൽ ആ ഗെയിം മൊത്തം കളിക്കേണ്ടത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് ജയിക്കുമെന്നാണ് ശ്രീതു ചോദിക്കുന്നത്. ഒരാൾ മാത്രം കളിച്ചതുകൊണ്ട് ഗ്രൂപ്പ് ജയിക്കില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തു പോവില്ലേ, ഏറ്റവും കുറവ് മാർക്കോട് കൂടി ഞങ്ങൾ പുറത്തു പോവില്ലേ എന്നാണ് ശ്രീതു ചോദിക്കുന്നത്. അപ്പൊ അർജുൻ അവിടെ കുറെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഗെയിംസ് ഒക്കെ ഉണ്ടായിരിക്കും, അപ്പൊ നിന്റെ മാക്സിമം കൊടുത്ത് നീ പെർഫോമൻസ് ചെയ്യുക. അതല്ലാതെ ടിക്കറ്റ് ഫിനാലയിൽ കയറിയാൽ മാത്രമേ നമുക്ക് പോയിന്റ് കിട്ടൂ അല്ലെങ്കിൽ വോട്ട് കിട്ടൂ എന്നൊന്നുമില്ല. നമ്മൾ ഇൻഡിവിജ്വലി കളിച്ചിട്ടേ നമ്മുടെ കഴിവ് തെളിയിച്ചാലും മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശ്രീധുവിന് ഭയങ്കര വിഷമം. ഈ വീട്ടിലുള്ള ആരും തന്നെ എന്നൊരു ഗെയിമറായിട്ട് പോലും കാണുന്നില്ല. ജസ്റ്റ് ഒരു വ്യക്തി ഈ വീട്ടിലുണ്ട് എന്നുള്ള ലെവലിലല്ലാതെ ഒരു ലെവലിലും അവരെന്നെ കാണുന്നില്ല എന്ന് ശ്രീധു പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ശ്രീധു ഇരുന്ന് കരയുന്നുണ്ട്. ഭയങ്കരമായിട്ട് വിഷമിച്ച് ആ ടീം തിരിച്ചതിൽ തന്നെ ശ്രീധു ഭയങ്കര വിഷമത്തിലാണ്. ഗെയിം കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമം. ഇനി ടിക്കറ്റ് ഫിനാലയിൽ എത്താനായിട്ട് പറ്റില്ല, ഇനി ഗെയിംസ് കളിക്കാതെ മാറി നിൽക്കേണ്ടി വരുമോ, അവിടെ ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നത് കൊണ്ട് മാറ്റി നിർത്തുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ശ്രീധുവിനെ അലട്ടിയിട്ട് ശ്രീധു ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അർജുൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒറ്റയ്ക്ക് കളിച്ചിട്ടായാലും നേടാനായിട്ട് സാധിക്കും, പിന്നെ ഇവിടം വരെ എത്തിയില്ലേ, അത് വോട്ട് കിട്ടാണ്ടല്ലോ, വോട്ട് ഉള്ളത് കൊണ്ടല്ലേ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ കുറെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീധുവിനെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയത് ആ ടീമാണ്. ആ ടീം ഏറ്റവും വീക്കായിട്ടുള്ള ടീമിനെ അവരവിടെ വെച്ചു എന്നുള്ളതാണ് ശ്രീധുവിനെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കുന്നത്. കൂടാതെ വീട്ടിലുള്ളവർ ശ്രീധുവിനെ നല്ലൊരു ഗെയിമറായിട്ടോ ആ വീട്ടിലുള്ള ഒരു ഗെയിം കളിക്കുന്ന വ്യക്തിയായിട്ട് പോലും കാണുന്നില്ല എന്നുള്ളതും ശ്രീധുവിനെ ഭയങ്കരമായിട്ട് വിഷമത്തിലാക്കുകയാണ്.